കപ്പങ്ങ എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഒരുപാട് നമുക്ക് ആവശ്യമില്ല, 1-2 കപ്പങ്ങ ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ഇത് ബഡ് പ്ലാവാണ്. എൻ്റെ പേര് ആയുർജാക്കോ അങ്ങനെയാണ്. ഇത് വിയറ്റ്നാം എയർലയാണ്. ഇതും ബഡ് പ്ലാവാണ്. ഇത് ഗോൾഡൻ ബഡ് ജാതി തൈയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാണ്. ആദ്യം നട്ട ഗോൾഡൻ ബഡ് ജാതികളാണ്. അപ്പോൾ ആദ്യം നട്ടതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2020 നട്ടായിരിക്കും. ഇപ്പോൾ 5 വർഷമായി. 3 വർഷത്തിന് കായ്ക്കുന്ന പറഞ്ഞു. ഇതിപ്പോൾ 5 വർഷമായി കാണും. ഇതും അതിൻ്റെ കൂടെ നട്ട. പക്ഷേ ഇത് ഒരുപോലെ ഉണ്ടായി വന്നതാണ്. ഇപ്പോൾ വലുതായിപ്പോൾ അത് പെട്ടെന്ന് വലുതായിപ്പോൾ ഇത് ഇതങ്ങനെ തന്നെ നിൽക്കാം. വളർച്ച മുരടിച്ചതുപോലെ. ഇത് വേറെ ഒരു ടൈപ്പ് ബഡ് ജാതിയാണ്. അതിൻ്റെ പേരറിയാൻ പാടില്ല. ബഡ് ജാതിയാന്ന് മാത്രം അറിയാം. ഇത് മറ്റേ വിയറ്റ്നാം മലേഷ്യൻ ഡാർഫ് തെങ്ങോ, അതായത് ഗ്രീൻ ഡാർഫ് തെങ്ങ്, മലേഷ്യൻ ഗ്രീൻ ഡാർഫ് തെങ്ങ്. ഇതും മലേഷ്യൻ ഗ്രീൻ ഡാർഫ് തെങ്ങാണ്. 4 മലേഷ്യൻ ഗ്രീൻ 3 ഇവിടെ ഇട്ടേക്കണേ. 1, 2, 3 അവിടെ. അപ്പോൾ വീടിനോട് ചേർന്ന് ഓരോ നട്ടിട്ടുണ്ട്. ഇതൊക്കെ പഴയ ബഡ് ചെയ്ത മരങ്ങളാണ്. അതായത് പഴയ നാടൻ മരത്തിൽ ബഡ് ചെയ്തതാണ്. ഇതൊക്കെ ഒന്നും ഞാനായിട്ട് ചെയ്തതല്ല. ഇതെനിക്ക് തോന്നുന്നു ഞാൻ വെളിയിലുള്ള സമയത്ത് ചെയ്തതാണ്. ഈ ഒരു രണ്ട് ജാതിയാണ് ഞാൻ വെളിയിലുള്ളത്. ബാക്കിയെല്ലാം ഞാനായിട്ട് വെട്ടതാണ്. 2 ജാതി ഈ പറമ്പിൽ നിൽക്കുന്ന 2 ജാതി ഞാൻ വന്നതിന് മുമ്പുള്ളതാണ്. ഞാൻ വന്നതിന് മുമ്പല്ല, ഞാൻ ഗൾഫിലുള്ള സമയത്തുള്ളതാണ്. അത് അപ്പുറത്ത് റോയ് കൊച്ചപ്പൻ്റെ പറമ്പിൽ 97-2000 കാലഘട്ടത്തിൽ കുറേ ജാതി നട്ടിട്ട് ബഡ് ചെയ്തു. ആ കൂടെ നമ്മുടെ പറമ്പിൽ 2 ജാതി ബഡ് ചെയ്തു. അതീ പറഞ്ഞ ഇതും അപ്പുറത്ത് വരണമുണ്ട്. നല്ലതിനായിരിക്കും ബഡ് ചെയ്തേക്കണം. ഇതൊക്കെ നാടനാണ് കാണുന്നത്. ഈ ബഡിൻ്റെ അത്രയും വരില്ല, എന്നാലും ഈ നാടനൊക്കെ ഒരുമാതിരി കൈഫലമുള്ള. ഇതിന് കുറവായിരുന്നു. ഇത് ഗോൾഡൻ ബഡ് ജാതി. ഇത് ഇച്ചിരി അടുത്ത് പോയി, അതൊക്കെയാണ് ചിലപ്പോൾ. ഇത് ഇടയ്ക്ക് നട്ടു കൊടുത്തത്. പക്ഷേ സ്പേസ് ഇല്ല ഇവിടെ. ഇതന്നെ മാംഗോസിനിട്ട് ഇടയ്ക്ക് നട്ടു കൊടുത്തേക്കണം. അതൊന്നും അപ്പടി. അവിടെ ഒരു തെങ്ങും തൈ പോയായിരുന്നു, ഇവിടെ ഒരു തെങ്ങും തൈ പോയായിരുന്നു. ഡീൻഡ്യൂട്ടി. ഈ തെങ്ങും തൈ എല്ലാം നമ്മുടെ ആ തെങ്ങുമ്പിളിൽ സാറിൻ്റെ മോൻ്റെ അടുത്ത് നിന്ന് മേടിച്ചതാണ്. ഡീൻഡ്യൂട്ടി. അപ്പോൾ അവസാനം മേടിച്ച മലേഷ്യൻ ഡാർഫ് ഞാൻ മറ്റേ ഇവൻ്റെ അടുത്ത് മേടിച്ചതാണ്, നമ്മുടെ പ്രാക്കുഴി നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ആദ്യത്തെ അതിന് മുമ്പുള്ള നേഴ്സറി ആയിരുന്നു മറ്റേ ആ തെങ്ങുമ്പള്ളിയല്ല, തോട്ടപ്പള്ളിയിലെ മാത്യു സാറിൻ്റെ മോൻ നടത്തിക്കൊണ്ടിരുന്ന നേഴ്സറി. അവിടുന്ന് മേടിച്ച ഈ തെങ്ങൊക്കെ അവിടെ നിന്ന് മേടിച്ചത്. ഇത് കണ്ടേ, ഇതൊക്കെ ഡീൻഡ്യൂട്ടിയാണ്. ഇത് അവിടെ നിന്ന് മേടിച്ചതാണ്. ഇതൊക്കെ പഴയ, ഇതൊക്കെ ഞാൻ നട്ടതാണ്. ഇതൊക്കെ ഞാനായിട്ട് നട്ടതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 18 വർഷമായി കാണും. 18 അല്ല 17 വർഷമെങ്കിലായി കാണും. ഈ ജാതി ഇതും 17 വർഷമായി കാണും ഞാൻ നട്ട. ഇതെല്ലാം ഞാൻ നട്ടതാണ്. ആ ഒരു 2 ജാതിയാണ്. ആ ഒരു ജാതി, പിന്നെ ഈ ഒരു ജാതി, ഇതിൻ്റെ അപ്പുറത്തൊരു ജാതി ഉണ്ട്. ഈ 2 ജാതിയാണ് ഞാനായിട്ട് നടാത്തതുള്ളൂ ഈ പറമ്പിലാണ്. അതായത് ഇത് ഞാൻ വെളിയിലുള്ള സമയത്താണ് നാടൻ മരത്തിൽ ബഡ് ചെയ്ത് ഇവിടെ ഉണ്ടാക്കിയതാണ്. ആ 2 ജാതി ഞാനായിട്ട് നടാത്തത്. ബാക്കിയെല്ലാം ഞാനായിട്ട് നട്ടാം. ഞാൻ നട്ടെന്ന് പറഞ്ഞാൽ അന്ന് വൈഫിൻ്റെ ഫാദറും ഉണ്ടായിരുന്നു കേട്ടോ നടാൻ. പുള്ളിയാണ് അതിൻ്റെ കുഴിയൊക്കെ എടുത്തന്ന്. പുള്ളിക്ക് അത്യാവശ്യം കൃഷി പരിചയമുണ്ട്. ഈ കുഴിയെന്ന് പറഞ്ഞാൽ വലിയ കുഴിയല്ല, ചുമ്മാ നടാനുള്ള ചെറിയ കുഴി പോലെ എടുത്തിട്ട് നട്ട്. പുള്ളി 35 അടി അകലത്തിൽ വെക്കണം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ എല്ലാം 35 അടി അകലത്തിലാണ് വെച്ചാൽ ജാതികൾ. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ ആഡ് ചെയ്ത് വന്നു. ഇതൊക്കെ നാടൻ ജാതികളാണ്. തെങ്ങ് കൊടുക്കാറില്ല. തെങ്ങ് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. കൊടുക്കുന്ന ഒരു ഐറ്റം ഇവിടെ ഉള്ളത് ജാതി മാത്രമേ ഉള്ളൂ. ജാതിക്കായും ജാതിയുടെ ഫ്ലവറും, അത് 2 ഇവിടെ നിന്ന് കൊടുക്കാറുള്ളൂ ഈ പ്ലോട്ടിൽ നിന്ന്.
അത് മറ്റേ ആ തോട്ടപ്പള്ളിൽ മാത്യു സാറിൻ്റെ അവിടുന്ന് മേടിച്ച ഡീൻ തുറ്റി തയ്യാം. ഇതും അതെ, തോട്ടപ്പള്ളിൽ മാത്യു സാറിൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ച ഡീൻ തുറ്റി തയ്യാം. അപ്പോൾ ഫാദർ നട്ട തൈയൊക്കെ പോയി. ആകെ ഒരു തെങ്ങ് മാത്രമേ ഫാദർ നട്ടത് കായ്ക്കണമുള്ളൂ. ഫാദറിൻ്റെ കാലത്ത് നട്ട എനിക്ക് തോന്നുന്നത് 55-60 വർഷം മുമ്പ് നട്ട. അതിൽ ഇപ്പോൾ സർവൈവിങ് ആയിട്ട് 5-6 ഉണ്ട്. പക്ഷേ അതിൽ കായുള്ളത് ഒരെണ്ണത്തിലുള്ളൂ. ബാക്കിയൊക്കെ തെങ്ങ് ചുമ്മാ എപ്പോഴെങ്കിലും അത് വെട്ടിക്കളയേണ്ട ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കുറേ 5-6 തെങ്ങുകളുണ്ടെന്നുള്ളൂ. അതിൽ നിന്ന് കായില്ല. വല്ലപ്പോഴും ഒരു തേങ്ങ വല്ലതും വീണാലായി. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ അത് വെട്ടിക്കളയേണ്ട സമയമായി. എൻ്റെ ഈൽഡ് തീർന്നാലും പിന്നെ 10-15 കൊല്ലം തെങ്ങ് അവിടെ നിൽക്കും. അങ്ങനെ 60-65 വർഷമാണ് ഈൽഡ് കിട്ടുകയുള്ളൂ. 65 വയസ്സ് വരെ. പിന്നെ ഒരു 8-10 കൊല്ലം അത് ചുമ്മാ അവിടെ നിൽക്കും നമ്മൾ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ, ഈൽഡില്ലാതെ. ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഓൾ സീസൺ. ഇവിടെ നല്ല എല്ലാം വലിയ മൽഗോവ, പ്രയൂർ, അങ്ങനെ ഏറ്റവും ടോപ്പായിട്ടുള്ള മാവും തൈകളാണ് ഇവിടെ നട്ടേക്കണത് മുഴുവൻ. മൽഗോവ, പ്രയൂർ, പിന്നെ ഹിമസാഗർ, അങ്ങനെ ഏറ്റവും ടോപ്പായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ നട്ടിട്ടുള്ളൂ. ടോപ്പായിട്ടുള്ള വലിയ പേരുള്ള. പിന്നെ ഈ 2 ഓൾ സീസൺ ഉള്ളത്. അത് മല്ലിക, അവിടെ ചെറുത് നട്ടേക്കണം. അത് മല്ലിക. കോസേരി ഇവിടെ നട്ടിട്ടുണ്ട്, മാവ് നട്ടിട്ടുണ്ട്, നീലം നട്ടിട്ടുണ്ട്, എല്ലാ ടൈപ്പും ഇവിടെ നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു 10-14 എത്രണ്ണം? 1 2 3 4 5 6 7 8 9 10 11 12 13 10-14 മാവുകളുണ്ട്. എല്ലാം ഇന്ത്യ കിട്ടാവുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള ബെസ്റ്റ് 14 പെടുന്ന മാവുകളാണ്. ഇന്ത്യയിലുള്ള ടോപ്പ് ബെസ്റ്റ് 14 മാവുകളാണ് ഇവിടെ നട്ടേക്കണത് മുഴുവൻ. അത് ഞാൻ ടോപ്പ് ബെസ്റ്റ് 15 നെറ്റിൽ നോക്കി അത് പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. എന്തോരം ഇവിടെ വർക്കൗട്ടാവുമെന്ന് അറിയില്ല, നട്ടിട്ടുണ്ട്. ഇത് നാടൻ മാവ്. ഇത് വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ഇവിടെ ബഡ് ചെയ്ത, ഞാൻ നടാത്ത ഒരു 2 ജാതി ഞാൻ നടാത്തുള്ളൂ ഈ പറമ്പിലുള്ള. രണ്ടാമത്തെ ജാതി ഇതാ, മമ്മിയായിട്ട് ചെയ്തേക്കണം. ഈ 2 ജാതിയും മമ്മിയായിട്ട് ചെയ്തേക്കണം. ബാക്കി എല്ലാ ജാതിയും ഞാനായിട്ട് ചെയ്തേക്കണം ഈ പറമ്പിൽ. 10-35 ജാതി ഉണ്ട്. അതിൽ 2 എണ്ണം ഞാൻ നടാത്തുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ നട്ടേക്കണം. ഇത് നാടൻ ജാതിയാണ്. ഇത് മറ്റേ ഗോൾഡൻ ബഡാണ്. അതിൽ കായ ഉണ്ടായിരുന്നു. ഇതിനും 1-2 കായ ഉണ്ടായി, കിട്ടിയില്ലെന്നാണ് വൈഫ് പറഞ്ഞാൽ, ചാടിപ്പോയായിരുന്നു. ഇത് വലിപ്പം അനുസരിച്ചുള്ള കായ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ മിറക്കിൾ ഫ്രൂട്ട്, സിട്രസ് ഫ്രൂട്ട്. ഇത് മല്ലിക മാവാണ്. ഇത് കുളമ്പ് മാവുണ്ട്. ഇത് മല്ലിക. അവിടുത്തെ ചന്ദ്രക്കാലിന് അങ്ങേറ്റത്ത്, ആ ചെറിയ മാങ്ങുമ്പോൾ അങ്ങേറ്റത്ത് പറഞ്ഞില്ലേ ഞാൻ ആദ്യം, ചന്ദ്രക്കാലിനത് അതിൻ്റെ പ്രളവുമാണ്. ഇത് കുളമ്പ്, ഇത് മറ്റേ നീലാരി പസന്ത്, ഇത് മല്ലിക, അതിൻ്റെ അപ്പുറത്തുള്ള മല്ലിക, അതിൻ്റെ അപ്പുറത്തുള്ളൊരു ഇതൊരു ബഡ് ടൈപ്പ് ആയതാണ്ട്, തായ്ലൻഡ് ബഡ് പ്ലാവ. ഓക്കെ.